നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അന്തസ് വേണമടോ അന്തസ്. സമ്മേളനം തുടങ്ങി 3-ാം ദിവസമാണോ എഴുന്നള്ളാൻ തോന്നിയത്? സ്ഥലത്തെ പ്രധാന MLAയ്ക്ക് സോഷ്യൽ മീഡിയയിൽ ഗംഭീര വരവേൽപ്പാണ്. മുകേഷിന്റെ ശൈലിയിൽ തന്നെ അദ്ദേഹത്തിന് ട്രോൾ അടിച്ച് കയ്യിൽ കൊടുക്കുകയാണ് ട്രോളന്മാർ. കൊല്ലത്ത് CPM സമ്മേളനം തുടങ്ങിയത് മുതൽ എല്ലാവരും തപ്പുന്നത് മുകേഷിനെയാണ്. കണ്ടപാടെ മാധ്യമങ്ങളും കയറി അങ്ങ് വളഞ്ഞു. അങ്ങനെ ചോദ്യം ചോദിക്കാൻ കൂടിയ മാധ്യമങ്ങളെ ആക്കി ഹീറോയാകാൻ നോക്കിയ മുകേഷിന്റെ മൂട്ടിൽ തന്നെ വീണ് പൊട്ടിയിട്ടുണ്ട്. 2 ദിവസം ഞാൻ സ്ഥലത്തില്ലായിരുന്നു. നിയമസഭ ഇല്ലാത്ത സമയം നോക്കി ജോലിയുമായി ബന്ധപ്പെട്ടുള്ള യാത്രയിലായിരുന്നു. പാർട്ടിയെ അറിയിച്ചിട്ടാണ് പോയത്. പിന്നെ നിങ്ങളുടെ ഈ കരുതലിന് വലിയ നന്ദിയുണ്ട്. ഞാൻ കൊല്ലത്ത് നിന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറുമ്പോൾ ഇത്രയും കരുതൽ നിങ്ങൾ കാണിക്കുന്നുണ്ടല്ലോ. നമ്മളില്ലാതെ കൊല്ലം ഇല്ലെന്നും മുകേഷ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ബ്രാഞ്ച് സമ്മേളനത്തിന് പോകുന്നില്ലേ എന്ന് ചോദിച്ച് ഒരാൾ ഇന്ന് രാവിലെ ലണ്ടനിൽ നിന്ന് വിളിച്ചിരുന്നു. ആരാണെന്ന് ചോദിച്ചപ്പോൾ പൂയപ്പള്ളിയിലെ ബ്രാഞ്ച് സെക്രട്ടറി ആണെന്നാണ് പറഞ്ഞത്. എന്താണ് ലണ്ടനിൽ പോയതെന്ന് ചോദിച്ചപ്പോൾ ജോലിയാണെന്നാണ് പറഞ്ഞത്. ഞാനും ജോലിക്ക് തന്നെയാണ് പോയതെന്നും ഇന്ന് സമ്മേളനത്തിന് പോകുമെന്നുമാണ് അയാളെ അറിയിച്ചതെന്നും മുകേഷ് പറഞ്ഞു. സമ്മേളനത്തിന്റെ രീതി അറിയാത്തതുകൊണ്ടാണ് തന്റെ അസാന്നിധ്യം ചർച്ചയായത് എന്നാണ് മുകേഷ് പറയുന്നത്. സമ്മേളനത്തിനെത്തുന്നത് പാർട്ടി തെരഞ്ഞെടുത്തിട്ടുള്ള പ്രതിനിധികളാണ്. ഞാൻ പ്രതിനിധിയല്ല. അതുകൊണ്ട് സമ്മേളനത്തിന് എത്തുന്നതിന് പരിമിതികളുണ്ടെന്നും മുകേഷ് പറഞ്ഞു. എന്നാൽ ലോഗോ പ്രകാശനം, അതിനോടൊപ്പം നടന്ന കബഡി മത്സരം തുടങ്ങിയവയിലെല്ലാം താൻ പങ്കെടുത്തിരുന്നുവെന്നും മുകേഷ് പറഞ്ഞു. സമ്മേളനം നടക്കുമ്പോൾ അണ്ണൻ വാതിലിൽ മുട്ടാൻ പോയോ എന്ന പരിഹാസമാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത്. സമ്മേളന നഗരിയിൽ പെണ്ണുങ്ങൾ ഒരുപാടുള്ളതുകൊണ്ട് നേതാക്കന്മാർ അണ്ണനെ മനഃപൂർവ്വം മാറ്റി നിർത്തിയതാണെന്നും ട്രോളുകൾ പടച്ചുവിട്ടിട്ടുണ്ട് ചില വിരുദ്ധന്മാർ. അന്തസ് വേണമൊക്കെ അന്തസ്. ഞാനില്ലെങ്കിലും സമ്മേളനം കളറാക്കണ്ടേ? എന്റെ അസാന്നിധ്യം ചോദ്യം ചെയ്ത് രാത്രി ഒരുത്തിനേലും ഫോണിലേക്ക് വിളിച്ചാൽ കൊല്ലത്തെ ഭരണിപ്പാട്ട് കേൾക്കേണ്ടി വരും, പറഞ്ഞേക്കാം. വെളച്ചിലെടുക്കരുത് കേട്ടോ തുടങ്ങി വമ്പൻ ട്രോളുകളാണ് ഉയർന്നിരിക്കുന്നത്. കൊല്ലത്ത് പാർട്ടി സംസ്ഥാന സമ്മേളനം നടക്കുമ്പോൾ സ്ഥലം MLAയുടെ അസാന്നിധ്യം വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിരുന്നു. കൊല്ലം MLA എന്ന നിലയിൽ മുഖ്യ സംഘാടകരിൽ ഒരാൾ ആകേണ്ട ആളായിരുന്നു മുകേഷ്. സംസ്ഥാന സമ്മേളന പ്രതിനിധി അല്ലെങ്കിലും ഉദ്ഘാടന സെക്ഷനിൽ മുകേഷിന് പങ്കെടുക്കാമായിരുന്നു. എന്നാൽ ലൈംഗിക ആരോപണം ഉയർന്ന സാഹചര്യത്തിൽ മുകേഷിനെ പാർട്ടി മാറ്റി നിർത്തിയെന്ന ആരോപണം ഉയർന്നു. ഇത് വലിയ ചർച്ചയായപ്പോഴാണ് പാർട്ടി ഇടപെട്ട് മുകേഷിനോട് കൊല്ലത്തേക്ക് എത്താൻ ആവശ്യപ്പെട്ടത്. ഷൂട്ടിംഗ് തിരക്കിലായതിനാൽ മുകേഷ് സമ്മേളനത്തിൽ പങ്കെടുക്കില്ലെന്ന് പാർട്ടിയെ നേരത്തെ അറിയിച്ചിരുന്നതായാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ടവരും പറയുന്നത്. എന്നാൽ ഇക്കാര്യം കൊല്ലത്തെ CPM നേതാക്കൾ ആരും സ്ഥിരീകരിച്ചിട്ടില്ല. മുകേഷിന് പാർട്ടി അപ്രഖ്യാപിത വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. മുകേഷ് എവിടെയെന്ന് നിങ്ങൾ തിരക്കിയാൽ മതി എന്നായിരുന്നു സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് നടന്ന വാർത്താ സമ്മേളനത്തിൽ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞത്. ആരൊക്കെ എവിടെയെന്ന് എനിക്ക് എങ്ങനെ അറിയാമെന്നും ശോഭിച്ചുകൊണ്ട് MV ഗോവിന്ദൻ ചോദിച്ചത്. സമ്മേളനത്തിന്റെ അനുബന്ധ പരിപാടികൾ ആരംഭിക്കുന്നതിന് തൊട്ടു മുൻപായിരുന്നു മുകേഷിനെതിരെ സിനിമാ മേഖലയിലെ ലൈംഗിക അതിക്രമ പരാതിയിൽ അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചത്. സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രചാരണ ബോർഡുകളിലും നോട്ടീസുകളിലും മുകേഷിന്റെ പേരും ചിത്രവും ഉപയോഗിച്ചിരുന്നില്ല. പിതാവായ O മാധവിന്റെ പേരിൽ ആരംഭിച്ച പാലിയേറ്റീവ് കെയർ സെന്ററിന്റെ ഉദ്ഘാടനത്തിനൊഴികെ പൊതുപരിപാടികൾക്കും കുറ്റപത്രം സമർപ്പിച്ച ശേഷം മുകേഷ് കാര്യമായി പങ്കെടുത്തിട്ടില്ല. കഴിഞ്ഞ 2 നിയമസഭാ തെരഞ്ഞെടുപ്പിലും കൊല്ലം നിയമസഭാ മണ്ഡലത്തിൽ CPM ചിഹ്നത്തിൽ മത്സരിച്ചാണ് വിജയിച്ചതെങ്കിലും മുകേഷിന് ഇതുവരെ പാർട്ടി അംഗത്വം നൽകിയിട്ടില്ല. ഇതിനിടെ മറ്റൊരു വിഷയം കൂടിയുള്ളത് കൊല്ലത്തെ സമ്മേളനത്തിൽ വെട്ടേറ്റ് വീണിരിക്കുന്നത് MV ഗോവിന്ദനാണ്. സംസ്ഥാന സമ്മേളനത്തിൽ പൂർണ്ണമായും ഗോവിന്ദൻ ഒറ്റപ്പെടുന്ന കാഴ്ചയായിരുന്നു ഉണ്ടായത്. സമ്മേളനവുമായി ബന്ധപ്പെട്ട് നടന്ന പൊതു ചർച്ചയിലെ വിമർശനം ഫോക്കസ് മുഴുവനും പാർട്ടി സെക്രട്ടറിയായിരുന്നു. സർക്കാരിന്റെ പ്രവർത്തനം മുതൽ മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും എതിരായി ഉയർന്ന വിവാദങ്ങളും മുഖ്യമന്ത്രിയുടെ ശൈലിയും എല്ലാം വിവിധ പാർട്ടി ഘടകങ്ങളിൽ ഇഴകീറി പരിശോധിച്ചു. മുഖം നോക്കാതെ വിമർശനവും തെറ്റുതിരുത്തലും ഉറപ്പ് പറഞ്ഞ് സംസ്ഥാന സമ്മേളനത്തിലേക്ക് കാര്യങ്ങൾ എത്തിയപ്പോൾ പക്ഷേ വിമർശന മുന മുഴുവൻ MV ഗോവിന്ദനെതിരെയാണെന്നതായിരുന്നു ശ്രദ്ധേയം. മുഖ്യമന്ത്രിക്ക് മാർക്കിട്ട പ്രതിനിധി ചർച്ചയിൽ പാർട്ടി സെക്രട്ടറിയുടെ ശൈലിയും നിലപാടിനുമെതിരെ വലിയ വിമർശനമുയർന്നു. പാർട്ടി സെക്രട്ടറിക്ക് നിലപാടുകളിൽ വ്യക്തതയില്ല. ഒരേ കാര്യത്തിൽ രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും പല അഭിപ്രായങ്ങൾ പറയുന്നത് പാർട്ടി അണികളിൽ പോലും ആശയക്കുഴപ്പമുണ്ടാക്കുന്നു. വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കുന്ന കാര്യത്തിൽ പാർട്ടി സെക്രട്ടറിയും ജാഗ്രത കാണിക്കണമെന്ന് വരെ പ്രതിനിധികൾ പറഞ്ഞുവെച്ചു.
മെറിറ്റും മൂല്യങ്ങളും ആവർത്തിക്കുന്ന പാർട്ടി സെക്രട്ടറി പദവികൾ വരുമ്പോൾ കാണിക്കുന്ന കണ്ണൂർ പക്ഷപാതിത്വം വരെ പ്രതിനിധികൾ ഉയർത്തിവിട്ടു. ഒന്നും വ്യക്തിപരമായി കാണുന്നില്ല എന്നാണ് എം വി ഗോവിന്ദൻ എല്ലാത്തിനും മറുപടി കൊടുത്തത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.